നാൾ കൂടി ആ ഒരു ലൈഫ് ഉണ്ടായിരുന്നെങ്കിലെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നു. ഏതാണ് ലൈഫ് എന്നല്ലേ, വേറൊന്നുമല്ല, നമ്മുടെ ഹോസ്റ്റൽ ലൈഫ്. ആ ഹോസ്റ്റൽ ലൈഫ് നമ്മുടെ കോളേജ് ലൈഫിൽ ഗുഡ് മെമ്മറീസിൽ വരുന്ന ഒന്നാണ് ഹോസ്റ്റൽ ലൈഫ് എന്ന് പറയുന്നത്. ഫ്രണ്ട്സ് എല്ലാവരും കൂടെ കൂടിയിരുന്നു ഒരു ടോപ്പിക്കിൽ നിന്ന് ഒരു കഥ തുടങ്ങി, പിന്നെ അത് പല പല കഥകളായി, പല പല കഥകൾ ഇങ്ങനെ ഷെയർ ചെയ്തുകൊണ്ട് ഇരിക്കുന്നത്. കുറച്ച് സമയം നമ്മൾ ടൈം പോകുന്നത് പോലും അറിയില്ല. നമ്മൾ ലേറ്റ് നൈറ്റ്സ് ഒക്കെ ഇങ്ങനെ ഇരുന്ന് കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കും. അത് ഒരാൾ രണ്ടാളല്ല, കുറേ പേര് ചേർന്നിരുന്നാണ് കഥകളൊക്കെ പറയുന്നത്. പിന്നെ ഉള്ളത് ലാപ്ടോപ്പിൽ സിനിമകൾ കാണുക, കെറ്റിലിൽ വാടാൻ അറിയാതെ നൂഡിൽസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി ലേറ്റ് നൈറ്റ്സിലൊക്കെ കഴിക്കുന്നത്. ഫുഡ് ക്രേവിങ്സ് ഉണ്ടാവുമല്ലോ, ലേറ്റ് നൈറ്റ്സിൽ ഫുഡ് ക്രേവിങ്സ് വന്നിട്ട് അങ്ങനെ ഫുഡ് കഴിക്കുന്നത്. പിന്നെ കമ്പൈൻ സ്റ്റഡി മെയിൻ ആയിട്ടും അതൊരു വർത്തായിട്ടുള്ള കാര്യം. ചില ടോപ്പിക്സ് ഒക്കെ നമ്മൾ ടീച്ചേഴ്സ് പറഞ്ഞു തന്നാലും ചിലതൊക്കെ തലയിലോട്ട് കയറാതെ വരുന്ന ടോപ്പിക്സ് ഒക്കെ ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരോട് ഷെയർ ചെയ്യുക, കമ്പൈൻ ചെയ്തിരുന്ന് പഠിക്കുമ്പോൾ അതൊക്കെ തലയിൽ കയറാറുണ്ട്. അങ്ങനെ കുറച്ച് മെമ്മറീസ്. പിന്നെ വെക്കേഷൻ ടൈമിൽ എല്ലാവരും വീട്ടിൽ പോയിട്ട് വരുമ്പോൾ പല പല സ്നാക്സും ഫുഡ് ഐറ്റംസും അമ്മ ഉണ്ടാക്കി ഫുഡ് ഐറ്റംസ് ഒക്കെ കൊണ്ടുവരും. പല പല സ്ഥലങ്ങളിൽ പല പല ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ കോമൺ ആയിട്ട് കഴിക്കുന്ന ഫുഡിന് പോലെ ആയാലും പല പല ജില്ലകളിലുള്ള ഫുഡ് ഐറ്റംസിനൊക്കെ പല പല ടേസ്റ്റ് ആയിരിക്കും. അത് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാനൊരു ആലപ്പുഴക്കാരിയാണ്. അപ്പോൾ ഞാൻ ആ ഒരു ടൈമിൽ എനിക്ക് ഈ കോഴിക്കോട്, കണ്ണൂർ ആ ഭാഗത്തുള്ള ഫുഡ് ഐറ്റംസ് ഒക്കെ എക്സ്പ്ലോർ ചെയ്യണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. അപ്പോൾ അതൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയത് ഹോസ്റ്റൽ ലൈഫിൽ വന്നതിന് ശേഷമാണ്. ഹോസ്റ്റൽ ലൈഫിൽ നമ്മൾ പല കാര്യങ്ങളും എക്സ്പ്ലോർ ചെയ്യാൻ പഠിക്കുന്നുണ്ട്. അപ്പം അതൊരു മെമ്മറി. പിന്നെ എന്ന് പറയുന്നത് നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ, അതായത് വീക്കെൻഡ്സിലൊക്കെ പുറത്ത് പോയി അവിടെയുള്ള സ്ഥലങ്ങളും അവിടെയുള്ള റെസ്റ്റോറൻറ്റ്സ്, കഫേസ്, കാണാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എക്സ്പ്ലോർ ചെയ്യാനും. ആദ്യത്തെ ടൈമിലൊക്കെ നമ്മൾ കോതമംഗലം ആ ഏരിയയിലുള്ള സ്ഥലങ്ങളൊക്കെ ആയിരുന്നു എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ നമ്മൾ പതിയെ എറണാകുളം സിറ്റി ആഗ്രഹിച്ച് വന്ന ആളാണല്ലോ ഞാൻ. അപ്പോൾ എറണാകുളം സിറ്റി ഒന്ന് കാണാനുള്ള ക്യൂരിയോസിറ്റി ഉണ്ട്. പതിയെ നമ്മൾ എറണാകുളം സിറ്റിയിലേക്ക് ഷിഫ്റ്റ് ആകാൻ തുടങ്ങി. ആ എറണാകുളം സിറ്റിയിലേക്ക് പോയതിനും ഒരുപാട് കഥകളുണ്ട്. അത് ഞാൻ നെക്സ്റ്റ് സീരീസിൽ പറയുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് നിങ്ങൾക്ക് ഇങ്ങനത്തെ ഉള്ള മെമ്മറീസ്, അതായത് ഹോസ്റ്റൽ മെമ്മറീസ് ഉള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമന്റിൽ ഷെയർ ചെയ്യൂ. ഓക്കെ, ബൈ.